നീ ഇത് പിടിച്ചേ. ഇടയിലെല്ലാം കള വീഴുക. മണിക്കുട്ടി, നമുക്കേ ഈ മുള രണ്ടു മൂന്നെണ്ണം വെട്ടിക്കളഞ്ഞാലോ? നോക്ക്, അതിൽ നിന്നാണ് ഇത് കൂടുതൽ ഇങ്ങനെ വീഴുന്നത്, കണ്ടില്ലേ? ആ ഇല വീഴുന്നു പറഞ്ഞിട്ട് അത്രയും എന്താ പറയാ നിഴലുള്ളത് അത് കാരണമാണ്. നിനക്കെന്നെ പണി, എപ്പോഴും നീയല്ലേ തൂക്കേണ്ടത്. അല്ല, ആ ഒരു മുള വെട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് വല്ല ഗുണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മൊത്തം അങ്ങ് വെട്ടി കളയണം. ഓരോ വീട്ടുകാരെ പുതിയ വീട് പാലൊക്കെ ചെയ്യുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ? വലിയ വലിയ മരമായ സാധനം 15,000 20,000 കൊടുത്തിട്ട് കൊണ്ട് നടുകയാണ് ചെയ്യണം. നമ്മള് കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയെടുത്ത ചെടിയല്ലേ വെട്ടി കളയാന്ന് പറഞ്ഞല്ലേ? അങ്ങ് ചുമ്മാ പറയാ എളുപ്പം. പറഞ്ഞേ ഉള്ളു മണി. വേണ്ട, വെട്ടണ്ട. തൂത്ത് കളയാം. കറിയോ? കരിക്കുറ്റിയാ അല്ല, കറുകുറ്റി, കരിക്കലോ? ഒരു സാരി ഉണ്ടല്ലോ, നീ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കരിക്കലം, കലംകാരി. വാങ്ങിച്ചോ? അതെ, അത് ഇന്നലെ സുമലത കൊടുത്തോണ്ടെന്നേ. ഇതൊരു രസമായിരുന്നു അറിയുമോ? എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. കേക്കട്ടെ. അഭിപ്രായം പറഞ്ഞു, കൊള്ളായിരുന്നാ? എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല, അത്ര വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും കിടന്ന് രതീഷൊക്കെ പറയണ്ട്, രാംകുമാർ സാറൊക്കെ പറഞ്ഞു നന്നേ. എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. അയ്യേ, ഒരു കാര്യം ചോദിക്കട്ടോ, മെനഞ്ഞാന്നേ സുകുമാരി മാമിയുടെ അവിടുത്തെ പരിപാടിക്ക് പോയപ്പോഴേ കല്യാണത്തിന് ഞാൻ എന്തോ ഇട്ടിരുന്നു? ഏത് കളർ സാരി? ചുരിദാർ സാരി മഞ്ഞയല്ലേ? വേണ്ട, പുള്ളി പറഞ്ഞു പണി ഇറക്കട്ടെ. ചെല്ല്, പണി. നിനക്ക് ഇനിയിപ്പോ സംശയം തന്നെ. ഓ, സംശയം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തോന്ന് പറയണത്? ഞാൻ വെറുതെ ഇരിക്കണം നിങ്ങളെ സംശയിച്ചോണ്ടിരിക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും 2ാം വാക്കിന് ആ പെണ്ണിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ലേ? ആണോ അല്ലയോ? അതെ, അവൾ എപ്പോഴും എന്റെ അടുത്ത് ഈ സംശയമൊക്കെ ചോദിക്കുന്നതും എന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ. പിന്നെ ആ സാരിയുടെ കാര്യം അത് പോട്ട് മണി, ഞാൻ പറയുന്നില്ല. പറയണില്ലെന്നാ? എല്ലാം പറഞ്ഞ മനുഷ്യൻ വെറുതെ സമാധാനത്തിൽ സന്തോഷത്തിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് അനാവശ്യമായ ഒരു മൊത്തത്തിൽ കുളം കലക്കി വെച്ചപ്പോ സമാധാനല്ലേ നിങ്ങൾക്ക്? ആ പേര് പറഞ്ഞ എനിക്ക് വേവ് കയറുന്നു. ഞാൻ ഉറപ്പിച്ചു, നിനക്ക് ഈ പറഞ്ഞ സാരിയുടെ വരുന്നത് കലംകാരി പാഞ്ചേരും. പ്രിന്റ് പോരാ, ഒറിജിനൽ കലംകാരി. അതായത് പേനയിൽ മഷി ഇറച്ചിട്ട് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുന്നത് അത് തന്നെ വേണം. എന്റെ മണിക്കുട്ടി, നീ എന്ത് പറഞ്ഞാലും അത് തന്നെ വാങ്ങിച്ചു. അത് 10,000 രൂപയാവും. അതിന് കുറഞ്ഞു കിട്ടൂലേ? കിട്ടൂല, പറഞ്ഞത് എനിക്ക് വേണ്ട. വാങ്ങിക്കാം. ഓ, അതിനെന്താ. പിന്നെ മണി, വേറൊരു കാര്യം പറയട്ടാ. ഓഫീസിൽ നിന്ന് എല്ലാരും കൂടിയേ എപ്പോഴും പറയാം രവി സാറിന്റെ വീട്ടിലോട്ട് പറഞ്ഞ, രവി സാറിന്റെ വീട്ടിലോട്ട്. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞു, എല്ലാരും കൂടെ വരുന്നുണ്ട്. അപ്പൊ നീ നല്ല രീതിയിൽ പെരുമാറണം എല്ലാവർക്കും. നീ ദേഷ്യമൊന്നും വെച്ചേക്കില്ലേ, സുമലതയൊക്കെ വരുന്നുണ്ട്. ആ പെങ്കൊച്ചി ഈ വീടിന്റെ നടവരെ പോലും ഞാൻ കേട്ടൂല. ഇതാ പറഞ്ഞ, ശ്രദ്ധിച്ച് നിക്കണ്ടേ? നീ വല്ലവരും ആലോചിച്ചോണ്ട് നിൽക്കണുണ്ട്. ആ പെണ്ണിന്റെ പേര് പറഞ്ഞ ഞാൻ വീഴും ഇവിടെ. ഞാൻ തള്ളിയിട്ടൊന്നും ആ പുല്ലില് വെള്ളം തെന്നി വീണതാണ്. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ എന്നെ മാനസികമായി തളർത്താൻ വേണ്ടിട്ടാണ് ആ പെങ്കൊച്ചിന്റെ പേര് എടുത്തിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. നീ ഇങ്ങനെയൊക്കെ പറയൂ, നിനക്കൊല്ല പറ്റിയ മണി? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ പേടിച്ചു പോയി. ശ്രദ്ധിക്കണ്ടേ? അതുപോലെ ആ വിളിമ്പിലൊന്നും വന്ന് നിൽക്കരുത്. നീ ഇനി വെള്ളം ഒഴിക്കാനൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കയറിയ വരാം. ഒന്നും പറ്റാത്ത നിങ്ങളുടെ ഭാഗ്യം. പറ്റിയിരുന്നെങ്കിൽ ആലോചിച്ച് ഞാൻ നിങ്ങളുടെ പറയണില്ല. എന്റെ മൂഡ് പോയിട്ടെ മനുഷ്യ. എന്ത് നല്ല സന്തോഷത്തിൽ നിൽക്കായിരുന്നു. അവരടുത്ത് പറഞ്ഞു, എല്ലാരും വരാൻ പറഞ്ഞു. അപ്പോഴേ അവര് വരുമ്പോ നീ ഒന്ന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. രാംകുമാർ സാറ് കുഴപ്പമില്ല, വന്ന് നിലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സുമേന്ന് പറഞ്ഞ് പുറകെ വാലാട്ടി നടന്നു കഴിഞ്ഞുണ്ടല്ലോ, എന്റെ സ്വഭാവം ഏത് വഴിക്ക് മാറുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പുറകെ നടക്കണം. നീ എന്തോന്ന് പറയുന്നത്? ആ പെങ്കൊച്ച് ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾ എന്നോട്, അത് എന്നോട് ഇത്രയും വഴക്കുണ്ടാക്കുന്ന, ആ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന എന്നോട് അതിനെ പറ്റി പറയുമ്പോ തന്നെ ഇതൊക്കെ നിന്റെ തോന്നലാണ്. അയ്യേ, സുമ ആര്?